മത്തായി 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ പല രീതിയിൽ ഉപമിച്ചു. പക്ഷെ അവിടെ 45-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവരാജ്യം വളരെ വില ഉയർന്ന മുത്തുകൾ മേടിക്കുന്ന ഒരു വ്യാപാരിക്ക് തുല്യം. ഈ മുത്തുകൾ വ്യാപാരം ചെയ്യുന്ന ഈ വ്യാപാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ളവരുടെ കണ്ണിലൊന്നും പെടാത്ത മേന്മ ഈ മുത്തു വ്യാപാരിയുടെ കണ്ണിന് പെടും. സാധാരണ ഉള്ളവൻ ഒരു മുത്തിനെ കണ്ടാൽ അതിന്റെ മേന്മ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ മുത്തു വ്യാപാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ കണ്ണുകൾക്ക് ഏത് മുത്തിനാ വിലയുള്ളതെന്നുള്ളത് അവന് തിരിച്ചറിയാൻ സാധിക്കും. ഞാനിത് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഒരു മിന്നൽ പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂതയക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും ആത്മമണ്ഡലത്തിൽ. അവിടെ അപ്പം പറയാ, ദൈവരാജ്യം മുത്തുകൾ കണ്ടെത്തുന്ന, വിലപ്പെട്ട മുത്തുകൾ കണ്ടെത്തുന്ന ഒരു വ്യാപാരിക്ക് തുല്യം. അവൻ ഒരു ദിവസം ഒരു മുത്ത് കണ്ടെത്തി. ആ മുത്തിന്റെ പേര് യേശു എന്നാണ്. അവൻ ആ മുത്തിന്റെ വില നോക്കിയപ്പോൾ, അതിന്റെ മേന്മ നോക്കിയപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. ഞാൻ ഇതുവരെ മേടിച്ചു കൂട്ടിയ മുത്തുകളുടെ വിലക്കാളെല്ലാം അപ്പുറം ഈ ഒരു മുത്തിനുണ്ടെന്നുള്ളത് അവന് പിടികിട്ടിയപ്പോൾ വചനം പറയുക, അവന്റെ കയ്യിലുള്ള മുഴുവൻ വസ്തുക്കളും അവൻ വിറ്റിട്ട് ആ ഒരു മുത്തിനു വേണ്ടി അവൻ പുറകെ പോയി ആ മുത്തിനെ അവൻ കരസ്ഥമാക്കി. യേശു എന്ന ദാനത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവൻ എന്ത് കിട്ടുമെന്നല്ല നോക്കുന്നത്, അവന്റെ ജീവിതത്തിലെ എന്ത് കൊടുക്കണമെങ്കിലും കൊടുത്ത് ആ ദാനത്തെ ജീവിതത്തിൽ നിത്യമായി പ്രാപിക്കാൻ അവൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിലുള്ള പല ബുദ്ധിമാന്മാരും ആ മുത്തു വ്യാപാരിയെ കണ്ടപ്പോൾ പറഞ്ഞു കാണും, മണ്ടൻ, മണ്ടൻ, മണ്ടൻ. ജീവിതത്തിൽ ഇത്രയും നല്ല നല്ല മുത്തുകൾ കണ്ടെത്തി വ്യാപാരം ചെയ്ത് ഉണ്ടാക്കിയ മുഴുവൻ വസ്തുക്കളും മുഴുവൻ പണവും ഈ ഒരൊറ്റ മുത്തിനു വേണ്ടി ഇവൻ വിട്ടുകൊടുക്കുന്നല്ലോ എന്ന്. പക്ഷേ ആ മുത്തിന്റെ വലിപ്പം കണ്ടെത്തിയ വ്യാപാരിക്കറിയാം, മോനെ, നിന്റെ കയ്യിലിരിക്കുന്ന മുത്തെല്ലാം കുറച്ചു ദിവസം കഴിയുമ്പം വിലയില്ലാത്തതായി മാറും. എന്നാൽ ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്ന ഈ മുത്തിന്റെ വില ജീവിതകാലത്തിൽ ഒരിക്കലും മാറത്തില്ല. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞതിന് ശേഷവും ഞാൻ കരസ്ഥമാക്കിയിരിക്കുന്ന ഈ മുത്തിന്റെ വില ഒരിക്കലും മാറത്തില്ല, മാറത്തില്ല, മാറത്തില്ല. ഇന്ന് പകൽ ആ മുത്തിന്റെ വില തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ അമ്പായെ സ്തുതിക്കും. ആ വ്യാപാരി ആ മുത്ത് കരസ്ഥമാക്കിയിട്ട് അവൻ ദുഃഖിക്കുകയല്ല ചെയ്തത്, അവൻ സന്തോഷിച്ചു, അവൻ ആനന്ദിച്ചു. എന്റെ ജീവിതകാലത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മുത്ത്, എന്റെ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ പരിശ്രമിച്ചാലും എനിക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു മുത്ത്, യേശു എന്ന മുത്ത്, യേശു എന്ന മുത്ത്. ആ മുത്ത് കണ്ടപ്പോൾ അവന്റെ സകലതും അവൻ വെടിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന ദാനത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നവനെ കണ്ടാൽ അറിയാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് യേശു എന്ന ദാനത്തിന്റെ വലിപ്പം? യേശുവിന്റെ കയ്യിലുള്ള ദാനത്തിന്റെ വലിപ്പമല്ല, യേശു എന്ന ദാനത്തിന്റെ വലിപ്പം. ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ യേശുവിനെ ആഘോഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുവാണ് ആഘോഷത്തിന്റെ സെന്റർ. യേശു തന്നതല്ല ആഘോഷത്തിന്റെ സെന്റർ. യേശുവിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ദാനമല്ല, യേശു എന്ന ദാനം ലഭിച്ചതാണ് ആഘോഷത്തിന്റെ കാരണം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നതും യേശു എന്ന ദാനത്തെ ആഘോഷിക്കാൻ. ഹല്ലേലൂയ. പഠിത്തമുള്ള പലർക്കും ഇത് തിരിച്ചറിയത്തില്ല, കഴിവുള്ള പലർക്കും ഇത് തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് അപ്പം പറഞ്ഞേ, പിതാവേ, ഇത് നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ഒരു കുഞ്ഞിന്റെ മനസ്സുള്ളവന് യേശു എന്ന ദാനത്തിന്റെ വലിപ്പം തിരിച്ചറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബോട്ടിൽ 3 യാത്രക്കാര് കയറി. ബോട്ട് ഓടിക്കുന്ന ആൾക്ക് പഠിത്തമില്ലാത്തവനാ, അവനൊന്നും അറിയത്തില്ല. കേറിയവര് 3 പേരും സയന്റിസ്റ്റുമാര് മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സയൻസിൽ നിന്ന് പഠിത്തം ഇല്ലാത്ത ബോട്ട് ഓടിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്കറിയത്തില്ല. അപ്പൊ ആദ്യം ഒരു സയന്റിസ്റ്റ് പറഞ്ഞു, നീ 25 വർഷം നഷ്ടപ്പെടുത്തും, ഇതുപോലും നിനക്ക് അറിയത്തില്ല. വേറൊരു സയന്റിസ്റ്റ് പറഞ്ഞു, നീ വേറൊരു 25 വർഷം നഷ്ടപ്പെടുത്തും. വേറൊരു സയന്റിസ്റ്റ് പറഞ്ഞു, നീ അടുത്ത 25 വർഷം നഷ്ടപ്പെടുത്തും. ഇങ്ങനെ മൊത്തം 75 വർഷത്തിന്റെ നഷ്ടക്കഥ കേട്ടോണ്ട് ഇവര് മുന്നോട്ട് പോകുമ്പോൾ നല്ല ഒരു ചുഴലിക്കാറ്റുണ്ടായി, നല്ല മഴ വരാൻ തുടങ്ങി, കടൽ ഇളകാൻ തുടങ്ങി. പഠിത്തവും അറിവും ഇല്ലാത്ത ബോട്ട് ഓടിക്കുന്നവൻ സയന്റിസ്റ്റുമാരെ നോക്കിയിട്ട് ചോദിച്ചു, സാറുമാരെ, നീന്താൻ അറിയാമോ? സയന്റിസ്റ്റുമാര് പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് നീന്താൻ അറിയത്തില്ല. പഠിത്തവും അറിവും ഇല്ലാതെ അവരുടെ എല്ലാ കളിയാക്കും കേട്ട പടകോടിക്കുന്നവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് മുഴുവൻ നഷ്ടപ്പെട്ടു, ഇപ്പം നിങ്ങൾ തീരാൻ പോവുക. പക്ഷെ എനിക്ക് നീന്താൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും. ഈ ഭൂമിയിലെ പല ദാനങ്ങളും നിന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തും. പക്ഷെ യേശു എന്ന ദാനത്തിന് മാത്രമേ മരണത്തിനപ്പുറം നിന്നെ പിടിച്ച് നിർത്താൻ സാധിക്കത്തുള്ളൂ. ഓ, എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ അപ്പായെ സ്തുതിക്കുക. മക്കളെ, ഭൂമിയിൽ ഇരിക്കുമ്പോൾ നീന്താൻ പഠിച്ചോ? ഹല്ലേലൂയ. സയൻസ് പഠിച്ചോ നല്ലതാ, ഫിസിക്സ് പഠിച്ചോ നല്ലതാ, കണക്ക് പഠിച്ചോ നല്ലതാ. പക്ഷേ മോനെ, യേശു എന്ന ദാനത്തെ മറന്നു പോകരുത്. യേശു എന്ന ദാനം ലഭിച്ചിട്ടില്ലെങ്കിൽ ജീവിതം ശൂന്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാജാവ് ഒരിക്കൽ തന്റെ നാട്ടിൽ ഒത്തിരി പേര് യേശുവിനെ പുറകെ പോകുന്നു എന്ന് കണ്ടപ്പോൾ തനിക്ക് അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കണമെന്ന് തോന്നി. അപ്പോൾ താൻ പറഞ്ഞു, അങ്ങനെയുള്ള ചിലരോട് വർത്താനം പറയണം. ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി, യേശു എനിക്ക് സൗഖ്യം തന്നു,
യേശു എനിക്ക് വീട്ടിലെ പ്രശ്നം മാറ്റി തന്നു, യേശു ജോലി തന്നു, ഞങ്ങളുടെ യേശു നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവിന് ഒരു തീരുമാനത്തിലെത്തി. രാജാവ് ഈ തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിച്ചു, യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയുന്നവർക്ക്, യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ ഞാൻ രാജ്യത്തിന്റെ വകയായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കും. 2, എന്റെ രാജ്യത്തിൽ അവർക്ക് നല്ല ഒരു ജോലി ഞാൻ അവർക്ക് കൊടുക്കും. അവരുടെ മക്കളുടെ പഠിത്തമെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് നടത്തിച്ചു കൊടുക്കും. അവരുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് നടത്തിച്ചു കൊടുക്കും. എല്ലാവരുടെയും വീട്ടിൽ വാഹന സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിച്ചു കൊടുക്കും. എന്റെ രാജ്യത്തിലെ എല്ലാ സേവനങ്ങളും അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് താൻ അന്ന് യേശു ആണെന്ന് വരച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ നടുക്ക് വെച്ചിട്ട് പറഞ്ഞു, ഈ ആനുകൂല്യങ്ങളെല്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. ആ യേശുവിന്റെ ഫോട്ടോയുടെ മേളിൽ നിങ്ങളൊന്ന് തുപ്പണം. തുപ്പിട്ട് രാജാവ് നല്ലവനെന്ന് പറയണം. എന്നിട്ട് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഓരോരുത്തരായിട്ട് ലൈൻ ചെയ്ത് നിർത്തിയതിനു ശേഷം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ തുപ്പിയില്ല എങ്കിൽ ചിലരെ റെഡിയാക്കി വെച്ചു അവരെ ഉടനെ തന്നെ കൊന്നുകളയുവാനായിട്ട്. ഒരു വശം തുപ്പാനുള്ള ആഹ്വാനം, മറുവശം മരണം. തുപ്പിയാൽ ഇഷ്ടം പോലെ പാരദോഷം, തുപ്പിയില്ല മരണം. അങ്ങനെ നോക്കിയപ്പോൾ കുറെ പേര് വന്നു, അവരെല്ലാം തുപ്പി പോയി, പാരദോഷ്യങ്ങൾ മേടിച്ചു. പക്ഷെ ആ കൂട്ടത്തിൽ അവസാനം ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ഒരു മോള്. അവൾക്ക് ആരുമില്ല. അവൾ അവസാനമായിട്ട് ആ ഫോട്ടോയുടെ അടുക്കൽ വന്നു. ആ ഫോട്ടോ താൻ കയ്യിലെടുത്തു. തന്റെ ഉടുപ്പ് വെച്ച് ആ ഫോട്ടോയിലുള്ള തുപ്പലെല്ലാം താൻ തുടച്ചു. അതെല്ലാം തുടച്ചിട്ട് ആ ഫോട്ടോ താൻ തന്റെ ചങ്കോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു, യേശുവപ്പാ നീ മതി എനിക്ക്, യേശുവപ്പാ നീ മതി എനിക്ക്, യേശുവപ്പാ നീ മതി എനിക്കെന്ന് പറയുമ്പോൾ അവിടെയുള്ള സോൾജേഴ്സ് അവളെ കൊല്ലാൻ റെഡിയാകുമ്പോൾ രാജാവ് പറഞ്ഞു, അരുത്, എനിക്ക് ആ മോളെ കാണണം. ആ മോളോട് പറഞ്ഞു വരാൻ പറഞ്ഞു. ആ മോൾ ആ ഫോട്ടോയുമായിട്ട് വന്നു, രാജാവിന്റെ മുന്നിൽ വന്ന് നിന്നു. രാജാവ് ചോദിച്ചു, മോളെ ഞാൻ ഇത്രയുമെല്ലാം ദാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് മോൾ എന്തുകൊണ്ടാ ഈ ദാനമെല്ലാം ഉപേക്ഷിച്ച് യേശുവപ്പ എനിക്ക് മതിയെന്ന് മോള് പറഞ്ഞത്? മോളുടെ ജീവൻ അപകടത്തിലല്ലേ? മോളുടെ ജീവൻ പോകത്തില്ലായിരുന്നോ ഇപ്പോ? എന്തുകൊണ്ടാ നീ അത് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ മകൾ ആ ഫോട്ടോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, നീ തരാമെന്ന് പറഞ്ഞ എല്ലാ ദാനവും എന്റെ യേശുവപ്പ നിനക്ക് തന്ന ദാനമാണ്. വീണ്ടും പറഞ്ഞു, രാജാവേ, നീ തരാമെന്ന് പറഞ്ഞതും നിന്റെ കയ്യിലുള്ള മുഴുവനും, നിനക്കിനി തരാമെന്ന് നീ ചിന്തിക്കുന്ന മുഴുവനും എന്റെ യേശുവപ്പ നിന്റെ കയ്യിൽ തന്ന ദാനമാണ്. എന്നാൽ എന്റെ യേശുവപ്പ എന്ന ദാനമില്ലാതെ ആ
സ്വർഗരാജ്യത്തിൽ ആർക്കും കടക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് നിന്റെ ദാനമല്ല വലുത്, നിന്റെ ഈ മുഴുവൻ ദാനത്തെ നൽകാൻ സാധിക്കുന്നവനും എന്നെ നിത്യതയിൽ പ്രവേശിക്കാൻ ശക്തിയുള്ളവനുമായ എന്റെ യേശു അപ്പ മതി എനിക്ക്. രാജാവ് എഴുന്നേറ്റ് മുട്ടെ കുത്തിയിട്ട് പറഞ്ഞു, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള എല്ലാ ദാനങ്ങളും അവന്റെ അടുക്കൽ നിന്ന് വന്നത്. വചനം പറയുന്നു, എല്ലാ നല്ല ദാനങ്ങളും സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കൽ നിന്ന് വരുന്നതാ. ആ ദാനത്തിന്റെ എല്ലാം എക്സ്പയറി ഈ ഭൂമിയോടെ തീരും. പക്ഷേ യേശു എന്ന ദാനം, യേശു എന്ന ദാനം, യേശു എന്ന ദാനം ലഭിച്ചവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 15 മൂത്ത മകനോട് അപ്പൻ പോയിട്ട് പറഞ്ഞു, മകനെ നീ എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാ. യേശു എന്ന ദാനം ലഭിച്ചവന് തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം, യേശു എന്ന ദാനം നിനക്ക് ലഭിച്ചതിന്റെ അറിവ് നിനക്കുണ്ടെങ്കിൽ യേശുവിനുള്ള മുഴുവനും നിനക്കുള്ളതാണ്. പക്ഷെ യേശുവിന്റെ കയ്യിലുള്ള ദാനമാണ് ശ്രദ്ധയെങ്കിൽ യേശു എന്ന ദാനത്തിന്റെ വലിപ്പം തിരിച്ചറിയാതെ പോകും.